ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ എൻ്റെ പിതാവേ, പ്രൊഫസർ ജുല്ലൂസച്ച, അതേപ്രം വിളിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ അഡ്മിനിസ്ട്രേറ്റർ, മറ്റ് ഫൈനൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ, കൊറോണ മറ്റു അച്ഛന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാനുള്ളത്. മംഗള വാർത്ത കാലത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. സുവാറ ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലും മറ്റ് സന്ദേശങ്ങളിലുമൊക്കെ ഇക്കാര്യം നമ്മൾ വിശദമായിട്ട് കേട്ടതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈശോയുടെ തിരുപ്പിറവിയുടെ 2025 വർഷത്തിന്റെ ജൂബിലി സമാപന ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ജൂബിലി ആഹ്ലാദ സമയമാണ്, ജൂബിലേഷനാണ്. ദൈവത്തിന്റെ ഹൃദയവാതിലാണ് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നത്. ഈശോ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ വാതിൽ. പരിശുദ്ധ ബെനഡിക്ട് പിതാവിന്റെ നിരന്തരമായ ഒരു പ്രബോധനമായിരുന്നല്ലോ അത്. ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നവര് ഈശോയാണ് നാഥൻ എന്ന് ഏറ്റുപറയുന്നു. ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ഷൈനിന്റെ പ്രധാന വാതിലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓരോ വ്യക്തിയും സ്വന്തം ഹൃദയ കവാടത്തിൽ മുട്ടിവിളിക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ഹൃദയം തുറക്കാനും ഈശോയെ ഹൃദയത്തിന്റെ നാഥനായി സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഈ വാതിൽ വിശുദ്ധ ജീവിതത്തിനുള്ള ക്ഷണമാണ്. അലസത പടിയാന്, പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാന്, ശരാശരിക്കാരായി ജീവിക്കുന്നത് നിർത്തുവാന്, കൂടുതൽ പ്രാർത്ഥിക്കാന്, അനുദപിക്കാന്, അതുവഴി വിശ്വാസം വളർത്താന്, അങ്ങനെ നമ്മുടെ മധ്യേ ഇന്ന് ജീവിക്കുന്ന ഉത്തിതനെ തിരിച്ചറിയുവാൻ, പ്രത്യാശയുടെ തീർത്ഥാടകരായി ജീവിക്കുവാനുള്ള വിളിയാണ് ഈ ജൂബിലി. നമ്മൾ അൽഫോൻസാ ഷൈനിലാണ് ഈശോ യോഹന്നാനെ കുറിച്ച് പറഞ്ഞ ആ ചിന്ത കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു യോഹന്നാൻ എന്ന് പറഞ്ഞതുപോലെയാണ് അൽഫോൻസാമയും നമ്മുടെ മുമ്പിൽ. ഇവിടെ ഈ ഷൈനിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ രൂപതയുടെ ശ്രദ്ധ മുഴുവൻ ഇവിടേക്ക് ഒഴുകി വരുന്ന ആ കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഈശോയുടെ സ്ലീവായാണ് നമ്മുടെ പ്രത്യാശ. സ്ലീവ, ദ ലവ് ഓഫ് ലവ്സ്, അമോരും സ്നേഹത്തിന്റെ പൂർണ്ണത എന്നെല്ലാം ആത്മീയ ജ്ഞാനത്തിൽ നമ്മൾ വിളിക്കാറുണ്ടല്ലോ. അതിന്റെ പൂർണ്ണതയാണ് നവീകരിക്കപ്പെട്ട ഈ ദേവാലയത്തിന്റെ മദ്ബഹായിൽ നമ്മൾ കാണുന്നത്. സ്നേഹത്തിന്റെ പൂർണ്ണതയായ ഈശോ തന്നെയാകുന്ന സ്ലീവ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സ്ലീവായെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനികളുടെ പ്രത്യാശയാണത്, ബലഹീനരുടെ ഊന്നുപടിയാണ്, ദരിദ്രരുടെ ആശ്വാസമാണ്, അഹങ്കാരികളുടെ നാശമാണ്, പിശാചുക്കളുടെ മേലുള്ള വിജയമാണ്, യുവാക്കളുടെ വഴികാട്ടിയാണ്, സഞ്ചാരികളുടെ പങ്കായമാണ്, അപകടത്തിൽപ്പെട്ടവരുടെ അഭയമാണ്, നീതിമാന്മാരുടെ ഉപദേഷ്ടാവാണ്, പീഡിതരുടെ സാന്ത്വനമാണ്, രോഗികളുടെ വൈദ്യനാണ്, രക്തസാക്ഷികളുടെ മഹത്വമാണ്. പൗരസ്ത്യ സഭയുടെ പിതാക്കന്മാരെല്ലാം അവരുടെ വിചാരങ്ങളും എഴുത്തുകളും പ്രബോധനങ്ങളും ഈ സ്ലീവായെക്കുറിച്ചായിരുന്നു എന്ന് നമുക്ക് നല്ല അറിവുള്ളതാണല്ലോ. അൽഫോൻസാമിയുടെ അടുത്ത് നമ്മളായിരിക്കുമ്പോൾ നിരവധിയായ ക്ലേശങ്ങൾ, സകലങ്ങൾ ഏറ്റുവാങ്ങി അത് ആത്മീയ ജീവിതത്തിന്റെ
അടിസ്ഥാനമാക്കി മാറ്റിയ ആ അമ്മയുടെ പരിശുദ്ധ ഖബറിന്റെ ചുറ്റുമാണ് നമുക്ക് ഉണർവും ഉന്മേഷവുമാണ്. ശ്ലീഹ ഉത്ഥിതൻ നൽകുന്ന രക്ഷയാണ്. എല്ലാ ദേവാലയങ്ങളിലും നമ്മൾ പ്രധാനപ്പെട്ട കേന്ദ്ര സ്ഥാനത്ത് ശ്ലീഹായെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. അഗസ്തീനോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ പ്രത്യാശയുടെ വിഷയം എന്താണ്? ഈ ഭൂമിയാണോ? അല്ല. ഈ ഭൂമിയിൽ നിന്നും വരുന്ന ഏതെങ്കിലും വസ്തുക്കളാണോ? സ്വർണമോ മറ്റു വിഭവങ്ങളോ? ഇവയെല്ലാം സുന്ദരമാണ്, സന്തോഷം നൽകുന്നവയാണ്, നല്ലവയുമാണ്. ഇവയെല്ലാം സൃഷ്ടിച്ചവനെ അന്വേഷിക്കുക. അവനിലാണ് നിന്റെ പ്രത്യാശ. ഈ ചിന്തയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിനെയും ലയോ പരിശുദ്ധ പിതാവിനെയും നയിക്കുന്ന ചിന്തയെന്ന് നമുക്കറിയാം. റോമാലേഖനത്തില് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ ജൂബിലി വർഷത്തിന്റെ ഏറ്റവും വലിയ തിരുവചനമായിട്ട് പരിശുദ്ധ പിതാക്കന്മാര് നമുക്ക് നൽകിയതും ഇത് തന്നെയായിരുന്നു. യുദ്ധവും ഭീകരതയും ദാരിദ്ര്യവും രോഗങ്ങളും നിറഞ്ഞ ലോകത്തിൽ നാം നിരാശരാകരുത്. ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല, നമ്മോടൊപ്പം ഉണ്ട്. ദിലേക്സിത്തെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന ശ്ലൈഹിക പ്രബോധനത്തിൽ പരിശുദ്ധ ലയോ പിതാവ് പഠിപ്പിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹവും ദരിദ്രരോടുള്ള സ്നേഹവും ഒന്നിച്ച് പോകണം. അതിനെ വേർപെടുത്തി കാണരുത്. രണ്ടും ഒന്നിച്ച് പോകേണ്ട കാര്യമാണ്. The church serves the poor not as its dependents but as the protagonist of her history and tradition. പരിശുദ്ധ ലയോ മാർപ്പാപ്പ ശക്തമായിട്ട് ഈ നാളുകളിൽ നിഖ്യായിൽ ചെന്നപ്പോഴും പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം അതാണ്. കാരുണ്യം യഥാർത്ഥ ആരാധനയുടെ ഒരു അവശ്യ ഘടകമാണ്. ഈ ദിലേക്സിത്തെ എന്ന പ്രബോധനത്തില് വളരെ ഊന്നൽ കൊടുത്ത് പരിശുദ്ധ പിതാവ് പറയുന്ന മറ്റൊരു കാര്യം ഇതിന്റെ തുടർച്ചയായിട്ട്, it is the carrying and caring and accompanying of the poor. It is not a mere part of your ecclesial life, but it is the great tradition of the church. നമ്മൾ സഭയുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരോട്, നിസ്സാരന്മാരോട് നമ്മൾ കാണിക്കുന്ന കരുതലും സഭയുടെ ഗ്രേറ്റ് ട്രഡീഷൻ ആണെന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നത് നമുക്ക് മറക്കാതിരിക്കാം. ഈശോ പറയുന്നതായി അഗസ്തീനോസ് എഴുതുന്നൊരു കാര്യമുണ്ട്. എനിക്ക് ആതിഥ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഭവനം തിരികെ നൽകും. രോഗിയായിരുന്നപ്പോൾ എന്നെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോഗ്യം നൽകും. തടവിൽ എന്നെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം നൽകും. നിങ്ങൾ എൻ്റെ ദരിദ്രർക്ക് നൽകുന്ന അപ്പം തീർന്നു പോകും. ഞാൻ നൽകുന്ന അപ്പം നിങ്ങളെ ഉന്മേഷഭരിതരാക്കുക മാത്രമല്ല, ഒരിക്കലും ആ അപ്പം തീർന്നു പോവുകയുമില്ല. പരിശുദ്ധ കുർബാനയോടും സഭയുടെ സജീവമായിട്ടുള്ള പരിശുദ്ധ പാരമ്പര്യങ്ങളോടുമെല്ലാം ചേർത്ത് വിശുദ്ധ മാർ അഗസ്തീനോസ് പറഞ്ഞ കാര്യമാണല്ലോ അത്. ജൂബിലി വേളയിൽ പരിശുദ്ധ ലയോ മാർപ്പാപ്പ നമുക്ക് നൽകുന്ന സന്ദേശത്തിന്റെ മറ്റൊരു കാതല് ക്രൈസ്തവ സ്നേഹം സകല പ്രതിബന്ധങ്ങളെയും തകർക്കുന്നു, അകന്നിരിക്കുന്നവരെ അടുപ്പിക്കുന്നു, അപരിചിതരെ ഒന്നിപ്പിക്കുന്നു, ശത്രുക്കളെ രഞ്ജിപ്പിക്കുന്നു. വിളക്കി ചേർക്കാൻ മനുഷ്യന് അസാധ്യമായ വിള്ളലുകളെ അത് യോജിപ്പിക്കുന്നു. അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അതിന് പരിധികളില്ല. അസാധ്യമെന്ന് തോന്നിക്കുന്നവയെ സാധ്യമാക്കുന്നു. സ്നേഹമെന്നത്
ജീവിക്കുന്നതിനുള്ള വഴിയാണ് ഇതെല്ലാം. ഇലക്സിറ്റ് 120 നമ്പർ. നിരന്തരമായ നമ്മളുടെ ആത്മീയ വളർച്ചയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഈശോ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈശോയുടെ ഓരോ മുറിവും പ്രാർത്ഥിക്കുന്ന ഓരോ അധരമാണ്. ക്രിസോസ്റ്റോമിന്റെ വാക്കുകളില് തോത്ത് ഊഴ്ന്നര തോത്ത് ഓറ, നമ്മുടെ എല്ലാ മുറിവുകളും വേദനകളും പ്രാർത്ഥനകളാണ്. അൽഫോൻസാമ്മയുടെ അടിസ്ഥാനപരമായ ജീവിത വീക്ഷണവും അമ്മ കാത്തുസൂക്ഷിച്ച ഫിലോസഫിയും അതുതന്നെയായിരുന്നു. എല്ലാ വിഷമങ്ങളും പ്രാർത്ഥനകളായിട്ട് നമ്മൾ മാറ്റണം. ഇവിടെ എത്തുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കും. ഈ വാതിലിലൂടെ, ഈ പുണ്യവതിയുടെ ഖബറിലേക്ക്, ഇവിടെയുള്ള പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലേക്ക്, അനുദിന ഉദാശയുടെ ആഘോഷങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈശോ നമ്മെ അനുഗ്രഹിക്കും. ഈശോയുടെ കൃപ നമുക്ക് ലഭിക്കും. പ്രത്യാശയുടെ കവാടം തുറക്കുമ്പോൾ ഈ കൃപയാണ്, ഈശോയിൽ നിന്നുള്ള ഈ കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. മഹത്തായ ഒരു ചിന്തയാണതെന്ന് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാഞ്ഞ കോജിത്തോ, വളരെ വലിയ ചിന്തയാണ്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ കൃപയുടെ സാഗരത്തിലേക്ക്, ഈ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ തന്നെ അന്ത്യത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമാണ് നമ്മൾ ഓർക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം. ഈ വാതില് രൂപതയുടെ വലിയൊരു യൂണിഫയറാണ്. സാധിക്കുന്ന എല്ലാ രൂപതാംഗങ്ങളും ജനുവരി 6 മുമ്പ് ഈ വാതിലിലൂടെ ഈ പള്ളിയിലേക്ക്, ഈ പുണ്യ ഖബറിലേക്ക് പ്രവേശിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിന് പ്രത്യാശ നൽകുക. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിന് ഹൃദയം കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ യാത്രക്കാരാണ് നമ്മൾ. പെരഗ്രിനാൻഡസ് ഇൻ സ്പെം എന്ന ആ ഒരു അടിസ്ഥാനപരമായ മോട്ടോ സ്വീകരിച്ചാണ് നമ്മുടെ ഏക പ്രത്യാശ, സ്പെസ് ഉണിക്ക, ഏക പ്രത്യാശ ഈശോയാണെന്ന് വിശുദ്ധ പിതാക്കന്മാര് പഠിപ്പിച്ചത്. അത് തിരുവചനത്തിൽ നിന്ന്, വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിൽ നിന്നെല്ലാം കണ്ടെത്തിയ അടിസ്ഥാനപരമായ ചിന്തയാണ്. അങ്ങനെ നമുക്ക് ഈ പോർത്തായിലൂടെ, ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് കർത്താവിന്റെ കൃപ നമുക്ക് സ്വീകരിക്കാം. വലിയൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഇന്ന് ഈ മണിക്കൂറിൽ നമ്മുടെ വലിയ പിതാവിന്റെ ഒപ്പം ചെയ്ത് ജനുവരി മാസം 6 തീയതി വരെ ഈ വാതില് അടയ്ക്കാതെ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് നല്ല കുമ്പസാരം നടത്തി പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് പരിശുദ്ധ പങ്കെടുത്ത് ഈ പുണ്യകബറിനെ ചുംബിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ തെറ്റുകൾക്ക് എല്ലാം ഈശോ മാപ്പ് തരും. നമുക്ക് നല്ല പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ സൗകര്യം നല്ല കുമ്പസാരം നടത്തുന്നതിനുള്ള സൗകര്യമാണ്. എത്രയോ അച്ഛന്മാരാണ് മണിക്കൂറുകൾ ഇവിടെ അതിനുവേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്. ഈ പുണ്യ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കാം. ഇതിനുവേണ്ട പ്രത്യേക ചിന്തകളും അതിനുവേണ്ട ഒരുക്കങ്ങളുമെല്ലാം നടത്തിയ വലിയ ബഹുമാനപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ കാപ്രംബളിച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ വഴികളും നല്ല ചിന്തകളും നല്ല സമീപനങ്ങളും ഈ പുണ്യ ഖബറിന് വലിയൊരു അലങ്കാരമായിട്ട് ഭവിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റസ്വരത്തിൽ, ഏകസ്വരത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതിന് ചുമതലക്കാരൻ കൂടിയായ ഡോക്ടർ ജോസഫൻ ഇടയ്ക്കൊക്കെ ഇവിടെ വരികയും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇതിനു മുമ്പ് മലയപ്രമ്പലച്ചനായിരുന്നു. ഇവരെല്ലാം ഈ കാര്യത്തോട് വളരെ ചേർന്ന് നിന്ന്
റെഗുലറായിട്ടുള്ള ഒരു വിജിലൻസ് അവർ ജനറൽമാരും നടത്തുന്നുണ്ട്. നമ്മുടെ ചാൻസലർസിനുമെല്ലാം ഒരു ടീം അതിനു വേണ്ടിയുണ്ട്. അധ്യക്ഷനും അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രധാനപ്പെട്ട ഫൊറോന വിചാരിച്ചൻ ഈ ഷൈനിന്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും അധ്യക്ഷനും ഇതിന്റെ മറ്റച്ഛന്മാർക്കും എല്ലാം നൽകുന്നത് സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഇവിടെ വോളണ്ടിയേഴ്സ്, മറ്റ് ശുശ്രൂഷകർ എല്ലാം ഉണ്ട്. അവരാണ് ഈ പരിശുദ്ധ ടൂമ്പ് സംരക്ഷിക്കുന്നത്. നമുക്ക് അഭിമാനമാണ്. സുമലബാർ സഭയ്ക്ക് അഭിമാനമാണ്. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ്മാരെല്ലാവരും ഈ ടൂമ്പിന്റെ വലിയ സംരക്ഷകരായിരുന്നു. പ്രക്കിപ്പിതാവും മുതൽ എല്ലാവരും ആലഞ്ചേരിയും ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് കട്ടിൽപ്പിതാവും എല്ലാം അൽഫോൻസാമ്മ എന്ന് കേട്ടാൽ അവർക്ക് വലിയ ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. എല്ലാ പ്രാർത്ഥനകളിലും സഭാതലവന്മാരും അൽഫോൻസാമ്മയുടെ പ്രാർത്ഥന യാചിച്ചാണ് അത് ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതുമെല്ലാം. ഞങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കട്ടെ. വലിയൊരു പറ്റം ആളുകൾ ഈ പ്രധാനപ്പെട്ട കവാടം തുറന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വലിയ പിതാവിന്റെ സാന്നിധ്യം, രൂപതയുടെ പൊതു കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷ അവസരങ്ങളിലും അതുപോലെ സാധ്യമാകുന്ന അവസരങ്ങളിലെല്ലാം പിതാവിനോട് ഞാൻ നിർബന്ധിച്ച് പിതാവോട് വരണം. പിതാവിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. അത് രൂപതയ്ക്കൊരു ബലമാണ്, ഞങ്ങൾക്ക് അഭിമാനമാണ്. അങ്ങനെയെല്ലാം പറഞ്ഞ് പിതാവ് മനസ്സോടുകൂടിയാണ് ഈ പൊതു പരിപാടികളിലൊക്കെ സന്നിഹിതനാകുന്നത്. അത് വലിയൊരു ആധ്യാത്മിക ദർശനം ലോകത്തിന് നൽകുന്നുണ്ട്. അത് പിതാവിന്റെ ശുശ്രൂഷകളോടുള്ള പിതാവിന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ അടയാളമാണ്. ഏത് അവസരത്തിലും എന്ത് ചോദിച്ചാലും അത് സഹകരിക്കുകയും സാന്നിധ്യം വഴി നമ്മളെ അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്യുന്നു. പിതാവിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.